I would like to welcome everyone to this third class from the book of Romans. May the Lord bless us all tonight as we are going to sing unto the Lord. Pastor John Thomas will be leading the session of the worship. Sister Bincy John will be singing, and let us all sing together with them tonight in a prayerful attitude. ഇന്ന് രാത്രി കർത്താവ് ദാസൻ ജോൺ തോമസ് അവർക്ക് തുടർന്നുള്ള സമയം വേർതിരിച്ചു നൽകിക്കൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാത്രിയിൽ നമുക്കൊന്നിച്ച് ദൈവപാദവിടെ ആയിരിക്കാൻ, പല സോണിൽ ഇരുന്നു കൊണ്ട് ദൈവസന്നിധിയിലായിരിക്കാൻ സ്വർഗത്തിലെ സാപത്തിനായ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഇതേകാല ഈ 2026 രണ്ടാം മാസത്തിന്റെ 3-ാമത്തെ ദിനത്തില് റോമാലേഖനത്തിന്റെ 3-ാമത്തെ ബൈബിൾ സ്റ്റഡിയോടുള്ള ബന്ധത്തിൽ നമുക്ക് ഒന്നിച്ചായിരിക്കാൻ സ്വർഗത്തിലെ ഒരുക്കിയ സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രതികാല ഇപ്രകാരം ഈ അവസരം ഒരുക്കി തന്ന പാസ്റ്റർ പ്രകാശ് ജേക്കബ് കുടുംബത്തിനും ഇതിൽ ഭാവക്കായിരിക്കുന്ന ഇതിൽ കടന്നു വന്നിട്ടുള്ള എല്ലാവർക്കും മേഘത്തിലാകുന്നതിനാകുന്ന നസ്രനായ യേശു ക്രിസ്തുവിനുള്ള സ്നേഹം അറിയിക്കും. ഈ റോമാൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് വിശ്വാസത്തിൻ്റെയും അല്ലെങ്കിൽ നീതീകരണം, വീണ്ടെടുപ്പ് ഒക്കെ നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കുവാനായിട്ട് കഴിയും. എന്നാൽ റോമാലേഖനം 1-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് കാണുവാനായിട്ട് കഴിയും. ഹബക്കൂക്ക് പ്രവാചനം 2-ന്റെ 4-ാമത്തെ വാക്യത്തിൽ നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും എന്നുള്ള ആ വാക്യത്തിന്റെ പൂർത്തിക്കാണ് അപ്പോസ്തലനായ പൗലോസ് നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നതായി കാണുവാനായിട്ട് കഴിയും. നമുക്ക് ഈ ദിവസങ്ങളിലെ സംഭവങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ആത്മവിശ്വാസമുള്ള അല്ലെങ്കിൽ ആത്മവിശ്വാസമുള്ളവരുടെ അവസാനം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ വിശ്വാസമുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, നമ്മുടെ അടക്കം എങ്ങനെ ആണ് എന്നുള്ളതിനനുസരിച്ചല്ല നമ്മുടെ നിത്യതയെ ഒരുക്കുന്നത്, നമ്മുടെ ഒടുക്കം എങ്ങനെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് നേടിയാലും നമ്മുടെ ഒടുക്കം നമ്മൾ എവിടെ ചെന്നെത്തുവാനായിട്ടുള്ള ഒരു ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതുകൊണ്ട് വിശ്വാസത്താൽ നമുക്ക് നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം നമ്മൾ ഉണ്ടെങ്കിൽ നമ്മൾ നീതീകരിക്കപ്പെടുവാൻ ഇടയായിത്തീരും. ആ നീതീകരണം പ്രാപിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഇടയാക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. തുടർന്നുള്ള നിമിഷങ്ങൾ വിശ്വാസത്തിന്റെ ആ തലങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു മലയാളം ഗാനവും ദുഃഖത്തിന്റെ ആ സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആശ്വാസം തരുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ദൈവിക സ്നേഹത്തെ വർണ്ണിക്കുന്ന ഒരു ഹിന്ദി ഗാനവും നമുക്ക് തുടർന്നുള്ള നിമിഷം കെട്ടരാശിയിൽ കേൾക്കാം. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് തുടർന്നുള്ള നിമിഷങ്ങൾ ആയിരിക്കാം. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താലെല്ലാം ചെയ്തിടും ഞാൻ, വിശ്വസിലെന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. ഒന്നും അസാധ്യമായില്ല എന്റെ മുൻപിലിനി ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ല എന്റെ മുൻപിലിനി ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറുന്നില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ഞാനൊട്ടും പിന്മാറുന്നില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകിൽ ഞാൻ.
ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും എൻ മാറുകിൽ ആകുല ചിന്തയാൽ നേറുകില്ല. ഭാരങ്ങളോർത്തിനി കരയുകില്ല. ആകുല ചിന്തയാൽ നേറുകില്ല. ഭാരങ്ങളോർത്തിനി കരയുകില്ല. തക്ക സമയത്തെനിക്കെല്ലാം ഒരുക്കുന്നവൻ ഒരിക്കലും കൈവിടില്ല. തക്ക സമയത്തെനിക്കെല്ലാം ഒരുക്കുന്നവൻ ഒരിക്കലും കൈവിടില്ല. ഞാനൊട്ടും പിന്മാറുകില്ല. വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ഞാനൊട്ടും പിന്മാറുകില്ല. വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ല. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ല. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ. വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ. വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. ഒന്നും അസാധ്യമായില്ലെന്റെ മുൻപിൽ ഒന്നും അസാധ്യമായില്ലെന്റെ മുൻപിൽ ഞാനൊട്ടും പിന്മാറില്ല. ഞാനൊട്ടും പിന്മാറില്ല. വിശ്വാസത്തുമടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറില്ല. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറില്ല. I would like to greet and welcome everybody for this wonderful session of third class from the book of Romans. Especially there are a few pastors here today with us. Pastor John Thomas, Pastor John Biswas, Pastor Rennie George, Pastor Ramu, Pastor A.C. George Kuti, Pastor Umesh, and Evangelist Devasya Apachan. And we also welcome everyone and greet you in the matchless and powerful name of our Lord and Savior, Jesus Christ. Amen. So today, without wasting of any more time, let us jump into the third class from the book of Romans. അധികം സമയം കളയാതെ നമുക്ക് റോമാലേഖനത്തിന്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഇന്ന് രാത്രി ഇടയായി തീരട്ടെ. Praise the Lord. As we studied the introduction to the book of Romans last week and the week before, we will be looking into more details today. We have already covered the major structure of this epistle last week also. റോമാലേഖനത്തെ കുറിച്ചുള്ള ആമുഖം നമ്മൾ കഴിഞ്ഞതിന് മുമ്പിലത്തെ ആഴ്ചയിൽ പഠിക്കുവാനായിട്ട് ഇടയായി തീർന്നു. കഴിഞ്ഞ ആഴ്ചയിൽ 3 പ്രധാനപ്പെട്ട ഘടനകളെ കുറിച്ച്, ഈ ലേഖനത്തിന്റെ ഘടനകളെ കുറിച്ചും പറയുവാനിടയായി തീർന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ അതിനെക്കുറിച്ച് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. Tonight we are going to study about the purpose of the book of Romans, which we can obviously see from chapter 1 verse 16 and 17. റോമാലേഖനത്തിന്റെ പ്രധാന ഉദ്ദേശം എന്താണ് എന്നുള്ളത് നമുക്ക് ഇന്ന് രാത്രി പഠന വിഷയമാണ്. 1-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ വളരെ സുപരിചിതവും വളരെ സുപ്രധാനവുമായ വാക്യങ്ങളാണ്. The verse is that for I am not ashamed of the gospel because it is the power
of God for salvation to everyone who believes, first to the Jew and also to the Greek. For in it the righteousness of God is revealed from faith to faith. Just as it is written, the righteous will live by faith. റോമർ 1:16-17 വാക്യങ്ങൾ സുപ്രധാനമായ വാക്യങ്ങൾ. ഇങ്ങനെയാണ് കാണുന്നത്: സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, അത് യഹൂദനും പിന്നെ യവനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ഈ ലേഖനത്തിന്റെ പ്രധാനപ്പെട്ട പ്രമേയം എന്ന് പറയുന്നത് സുവിശേഷമാണ്. സുവിശേഷമാണ്. The main theme of this book of Romans is gospel. Gospel. And now I'm going to take you to the subject or the matter, how this book of Romans has impacted people in history. ചരിത്രത്തിൽ റോമാലേഖനം എങ്ങനെ വ്യക്തികളെ സ്വാധീനിച്ചു എന്ന കാര്യം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളൊന്ന് തൊട്ടു പറഞ്ഞിരുന്നു. ഈ ആഴ്ച നമുക്കൊന്ന് നോക്കാം. പൗലോസിന്റെ ലേഖനത്തിന്റെ പ്രാധാന്യവും സ്വാധീനവും എന്തെല്ലാമാണ്? The importance and impact of this letter to the Romans. I am here. Last week I mentioned about Saint Augustine. He was the impact of Romans on Saint Augustine. വിശുദ്ധ അഗസ്റ്റിന്റെ മേൽ റോമാലേഖനത്തിന്റെ സ്വാധീനം എന്തായിരുന്നു? റോമാലേഖനത്തിന്റെ 13-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങളാണ് അഗസ്റ്റിനെ വളരെയധികം സ്വാധീനിച്ചതും അതിന്റെ ഫലമായിട്ട് തന്റെ ജീവിതത്തെ ദൈവത്തിനു വേണ്ടി സമർപ്പിക്കുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുകയും ചെയ്തത്. AD 386 തന്റെ കൂട്ടുകാരന്റെ ഭവനത്തിന്റെ ബാക്ക് യാർഡിൽ താൻ ഇരിക്കുമ്പോൾ താൻ ഒരു പാപിയാണെന്നുള്ള ചിന്ത തന്നെ ഭരിക്കുകയും ദൈവത്തോട് എതിർത്തു നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്ന് തിരിച്ചറിയുകയും ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, മരിക്കുന്നതാണ് നല്ലതെന്നുള്ളതായ ഒരു കൺക്ലൂഷനിലേക്ക് അഗസ്റ്റിൻ എത്തിച്ചേരുവാനുമായിട്ട് ഇടയായി തീർന്നു. In AD 386, when Augustine was sitting at the backyard of one of his friend's house, he came to the knowledge that he is rebellion against God, and he is full of sins, and he felt that it is better to die. But he heard some children playing a little bit away from where he was sitting, and those children were shouting as part of the game, "Take up and read, take up and read." അങ്ങനെ ചിന്താകുലത്തിലിരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് കുഞ്ഞുങ്ങൾ കളിച്ചുകൊണ്ട് നിൽക്കുന്ന കുഞ്ഞുങ്ങളുടെ വായിൽ നിന്ന് അവരിങ്ങനെ ഉറക്കെ വിളിച്ചു പറയുന്നതായിട്ട് അഗസ്റ്റിൻ കേൾക്കുകയാണ്, എടുത്തു വായിക്കൂ, എടുത്തു വായിക്കൂ എന്ന്. Then Augustine thought it is something that God may be talking to him, and it is a message from God. He picked up a scroll lying nearby there and began to read the epistle of Romans, chapter 13, verse 13 and 14. കുഞ്ഞുങ്ങളുടെ വാക്കുകൾ ദൈവം തന്നോട് സംസാരിക്കുന്നതാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് താൻ ഒരു ചുരുളെടുത്ത് റോമാലേഖനത്തിന്റെ 13-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങൾ വായിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്താണ് റോമാലേഖനത്തിന്റെ 13-14 വാക്യങ്ങൾ? പകൽ സമയത്തെന്ന പോലെ നാം മര്യാദയായി നടക്കുക, വെറിക്കൂത്തിലും മദ്യപാനത്തിലും ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല, കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവീൻ.
മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായിട്ട് ചിന്തിക്കരുത്. Let us behave properly as in the day, not in carousing and darkness, not in sexual promiscuity and debauchery, not in strife and jealousy, but put on the Lord Jesus Christ and make no provision for the flesh in regard to its lust. അങ്ങനെ കേട്ടപ്പോൾ അദ്ദേഹം പിന്നീട് മറ്റൊന്നും വായിച്ചില്ല. അവിടെ കൊണ്ട് വായന നിർത്തിയിട്ട് ദൈവവചനത്തിന്റെ ശക്തിയാൽ ആ നിമിഷം തന്നെ തന്റെ ജീവിതം മുഴുവനും യേശുക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ച് തന്റെ ഹൃദയത്തിനകത്ത് ആഴമേറിയ വിശ്വാസം താൻ പ്രാപിക്കുവാനായിട്ട് Justin stopped reading the Bible there and he gained the faith to give his whole life to Jesus Christ at that very moment. So the book of Romans impacted St. Augustine to come to the faith in Jesus Christ. റോമാലേഖനം സെന്റ് അഗസ്റ്റിനെ വളരെ സ്വാധീനിച്ചു. യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ തനിക്കിടയായി തീർന്നു. പിന്നത്തേതിൽ സെന്റ് അഗസ്റ്റിൻ അല്ലെങ്കിൽ വിശുദ്ധ അഗസ്റ്റിൻ എന്നുള്ള പേര് ലഭിക്കുവാനായിട്ട് ഇടയായിട്ടു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന മറ്റൊരു വിശിഷ്ട വ്യക്തിയാണ് 1400-കളിൽ ജീവിച്ചിരുന്ന മാർട്ടിൻ ലൂഥർ. We know the father of Reformation, Martin Luther, who lived in the 15th century. The book of Romans impacted him and he became a true missionary and a true apostle. He was a Christian monk in Germany who was teaching seminary students. Martin Luther സെമിനാരി വിദ്യാർത്ഥികളെ വേദവചനം പഠിപ്പിക്കുന്ന ഒരു ക്രിസ്തീയ സന്യാസി, റോമൻ കത്തോലിക്ക സഭയിലെ ഒരു സന്യാസിയായിരുന്നു. In the month of August in 1513, he lectured on the book of Psalms to seminary students, but his inner life was nothing but turmoil. 1513 ഒരിക്കൽ ഓഗസ്റ്റ് മാസത്തിൽ അദ്ദേഹം സെമിനാരിയിൽ കടന്നു ചെന്ന് തന്റെ വിദ്യാർത്ഥികളെ സങ്കീർത്തന പുസ്തകത്തിലെ കുറിച്ചുള്ള പ്രഭാഷണം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ആന്തരാത്മാവിൽ താൻ സമാധാനമില്ലാത്ത ഒരു വ്യക്തിയായി തനിക്ക് തോന്നുവാനായിട്ട് ഇടയായിട്ടു. In his studies, he came across Psalms 31:1, where it says, "In thy righteousness deliver me." താൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സങ്കീർത്തനം 31:1 താൻ കടന്നു വന്നു. അതിപ്രകാരം വായിച്ചു, നിന്റെ നീതി നിമിത്തം എന്നെ വിടുവിക്കണമേ എന്നുള്ള ഭാഗം മാർട്ടിൻ ലൂഥർ വായിക്കുവാനിടയായിട്ടു. And that passage actually confused Luther. How could God's righteousness do anything but condemn him to hell as a righteous punishment for the sins? റോമാലേഖനത്തിന്റെ ഈ സങ്കീർത്തനം 31:1 മാർട്ടിൻ ലൂഥർ വായിച്ചപ്പോൾ താൻ ഒത്തിരി ചിന്താകുലത്തിലായി തീരുവാനിടയായി. താൻ ചിന്തിച്ചത്, ദൈവത്തിന് നീതി ഉണ്ടെങ്കിൽ നീതി നമ്മളെ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, രക്ഷിക്കത്തില്ല. പാപിയായ മനുഷ്യനെ നീതി രക്ഷിക്കയില്ല. ദൈവത്തിന്റെ നീതി പറയുന്നത് പാപി ശിക്ഷിക്കപ്പെടണമെന്നല്ലേ? അങ്ങനെയുണ്ടെങ്കിൽ ദൈവത്തിന്റെ നീതി രക്ഷിക്കുകയല്ല, ശിക്ഷിച്ച് ഒരുവനെ, പാപിയെ നരകത്തിൽ തള്ളുന്ന ആണ്. അതെങ്ങനെ അതിന് വിടുവിക്കുവാനായിട്ട് കഴിയുമെന്ന് മാർട്ടിൻ ലൂഥർ ചിന്തിക്കുവാൻ ആരംഭിച്ചു. He kept on reading and thinking about it, and he came up to Romans chapter 1 verse 17, which says the righteousness of God is revealed through the faith, for the faith. As it is written, he who through faith is righteous shall live. മാർട്ടിൻ ലൂഥർ അങ്ങനെ വായിച്ച് റോമാലേഖനം 1:17 വരെ വായിച്ചപ്പോൾ താൻ കണ്ടെത്തിയത്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു എന്ന്
ഈ ദൈവഭക്തൻ റോമർ 1:17 വായിക്കുവാനിടയായി. So he started thinking about that, how a person can live by faith. A righteous person can live by faith. Luther the monk went on to say, night and day I pondered until I grasped the truth that the righteousness of God is the righteousness whereby, through grace and sheer mercy, he justifies us by faith. ഒടുവിൽ ലൂഥർ എന്ന സന്യാസി ഇങ്ങനെ പറഞ്ഞു, ദൈവത്തിന്റെ നീതി എന്നത് കൃപയാലും വിശ്വാസത്താലും നമ്മെ നീതീകരിക്കുന്ന നീതിയാണെന്ന സത്യം ഞാൻ ഇപ്പോൾ ഗ്രഹിക്കുന്നു. Therefore I felt myself to be reborn and to have gone through open doors into paradise. ഈ ത്യാഗം ധ്യാനിച്ചപ്പോൾ വീണ്ടും ജനിച്ചതായും തുറന്ന വാതിലുകളിലൂടെ പർദീസയിലേക്ക് കടക്കുന്നതായി ഒരനുഭവം തനിക്കുണ്ടാകുവാനിടയായി. This message of Paul became to me a gateway into heaven. Martin Luther was born again and the Reformation started in his heart. പൗലോസിന്റെ ഈ ഭാഗം എനിക്ക് സ്വർഗത്തിലേക്കുള്ള ഒരു കവാടമായി മാറിയെന്ന് മാർട്ടിൻ ലൂഥർ പറഞ്ഞു. മാർട്ടിൻ ലൂഥർ വീണ്ടും ജനിക്കപ്പെട്ടു. നവീകരണം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ആരംഭിക്കുവാനിടയായി. മൂന്നാമത്തെ വ്യക്തിയാണ് ജോൺ വെസ്ലി. റോമാലേഖനത്തിൽ നിന്ന് അത് വായിച്ച് വിടുതൽ പ്രാപിച്ച അടുത്ത വ്യക്തിയാണ് ജോൺ വെസ്ലി. ജോൺ വെസ്ലി is the third person, a great person who has been impacted much by the book of Romans. In the month of May 1738, John Wesley, a failed minister, a failed missionary, went to a small Bible study where someone read aloud from Martin Luther's commentary on the book of Romans. 1738 മെയ് മാസത്തിൽ ശുശ്രൂഷ ചെയ്ത് പരാജയമാണെന്ന് പറഞ്ഞ് വളരെ സങ്കടപ്പെട്ട് മാറി നിന്നതായ ഈ ജോൺ വെസ്ലി അവിടെ അടുത്ത് നടന്ന ഒരു ചെറിയ ബൈബിൾ സ്റ്റഡിയിൽ, അധികം ആളുകളില്ലാത്ത ബൈബിൾ സ്റ്റഡിയിൽ കടന്നു ചെല്ലുവാൻ അവിടെ ഒരു വ്യക്തി മാർട്ടിൻ ലൂഥർ എഴുതിയ റോമർക്കുള്ള ലേഖനത്തിന്റെ കമന്ററി വായിക്കുന്നത് കേൾക്കുവാനുമായിട്ടിടയായി തുടങ്ങി. John Wesley said, while the person was reading and describing the change which God works in the heart through faith in Christ, I felt my heart strangely warmed. വെസ്ലി പിന്നിങ്ങിട്ട് പറഞ്ഞു, ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ ദൈവം മനുഷ്യന്റെ ഹൃദയത്തിൽ പ്രവർത്തിക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് മാർട്ടിൻ ലൂഥറിന്റെ കമന്ററിയിൽ വിവരിച്ചു കേട്ടപ്പോൾ തന്റെ ഹൃദയം ചൂട് പിടിച്ചതായി ജോൺ വെസ്ലിക്ക് അനുഭവപ്പെടുവാനിടയായി. I felt I did trust in Christ alone for my salvation, and an assurance was given me that he had taken all of my sins away. John Wesley was saved that night in London. എന്റെ രക്ഷയ്ക്കായി ക്രിസ്തുയേശുവിൽ വിശ്വസിച്ച എന്റെ പാപങ്ങളെല്ലാം അവൻ നീക്കിക്കളഞ്ഞു എന്ന ഉറപ്പ് എനിക്ക് ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ രാത്രിയിൽ ലണ്ടനിൽ വെച്ച് ജോൺ വെസ്ലി രക്ഷിക്കപ്പെടുവാനായിട്ട് ഇടയായിട്ടുണ്ട്. റോമർക്കെഴുതിയ ലേഖനത്തിൽ ജീവിതത്തെ മാറ്റിമറിക്കുന്ന സത്യമുണ്ട്. അതിന്റെ പേരാണ് സുവിശേഷം. The book of Romans is a life-changing book. And it has got the life-changing truth in it. That is called the gospel. അതാണ് സത്യ സുവിശേഷം. Romans is the gospel of God. റോമാലേഖനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സുവിശേഷമാണ്. റോമാലേഖനം ദൈവത്തിന്റെ സുവിശേഷം. 1 അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 1 അധ്യായത്തിന്റെ
മൂന്നാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അതവിടെ കാണുവാനായിട്ട് കഴിയും. When we read chapter 1 verse 3, also chapter 1 verse 1, we can understand that this book is intended to be written by Paul to be known as the gospel of God. ദൈവത്തിന്റെ സുവിശേഷം എന്നറിയപ്പെടുന്ന നിലയിലാണ് ഇത് എഴുതപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. When we read from verse 1 to 3, it says, Paul, a servant of Christ Jesus, called to be an apostle and set apart for the gospel of God. ഒന്നാമത്തെ വാക്യം തന്നെ പറയുന്നു, താന് വേർതിരിക്കപ്പെട്ട ദൈവദാസനായിരിക്കുന്ന പൗലോസ് പറയുകയാണ്, വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശുക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ് പറയുന്നു, ഇത് ദൈവം തന്റെ പുത്രനെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ പ്രവാചകന്മാർ മുൻകൂട്ടി പറഞ്ഞ വാഗ്ദത്തം ചെയ്ത സുവിശേഷമാണിത് എന്ന് പറഞ്ഞുകൊണ്ടാണ് താൻ ലേഖനം ആരംഭിക്കുന്നത്. So this is the gospel of God. ഇത് ദൈവത്തിന്റെ സുവിശേഷമാണ്. Now, listen, Christians all around the world, if you ask them how many books of the gospel are there in the Bible, everyone will say the same answer: 4 books, which are Matthew, Mark, Luke and John. ആഗോള ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികളോട് എത്ര സുവിശേഷ പുസ്തകങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ വേദപുസ്തകത്തിൽ അവർ പറയും 4 സുവിശേഷ പുസ്തകങ്ങളുണ്ട്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നിവർ എഴുതിയതായ സുവിശേഷ പുസ്തകങ്ങൾ. But Paul also refers to his epistle to the Romans as the gospel of God. ഇവിടെ പൗലോസ് താൻ റോമക്കാർക്ക് എഴുതിയതായ ഈ ലേഖനത്തെയും ഒരു ദൈവത്തിന്റെ സുവിശേഷമെന്ന് വിളിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. The first 4 books of gospel introduces Christ, who is with us in flesh, but not yet in us. 4 സുവിശേഷ പുസ്തകങ്ങൾ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ നമ്മെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ജഡത്തിൽ അവതരിച്ച്, ജഡത്തിൽ വസിച്ച്, ജഡത്തിൽ മനുഷ്യനോടുകൂടെ ആയിരുന്ന ക്രിസ്തുവിനെ കുറിച്ചാണ് ഈ 4 സുവിശേഷ പുസ്തകങ്ങളും നമ്മെ പഠിപ്പിച്ചത്. അല്ലാതെ ഒരുവന്റെ ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചല്ല. എന്നാൽ however, the book of Romans, which is the gospel of God, is telling us that Christ is the spirit who dwells inside of us, not as a flesh. എന്നാൽ റോമാലേഖനം ദൈവത്തിന്റെ സുവിശേഷം എന്നറിയപ്പെടുന്ന ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് യേശുക്രിസ്തു ജഡത്തിൽ നമ്മോടൊപ്പം ഉണ്ടെന്നല്ല, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവിൽ യേശുക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഉണ്ട് എന്നുള്ള സത്യമാണ് 5ാമത്തെ സുവിശേഷത്തിന്റെ പുസ്തകമായിരിക്കുന്ന റോമാലേഖനം നമ്മെ പഠിപ്പിക്കുന്നു. In Romans 8, chapter 8, we see that the spirit of life who indwells in us simply as Christ himself. റോമർ 8-ാം അധ്യായത്തിൽ നമ്മിൽ അധിവസിക്കുന്ന ജീവന്റെ ആത്മാവാകുന്ന ക്രിസ്തുവിനെ അവിടെ എടുത്തു പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. So, Jesus Christ in Romans is within us. Christ in the 4 Gospels was among the people. റോമാലേഖനത്തിലെ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തുവാണ്. 4 സുവിശേഷങ്ങളിലെ ക്രിസ്തു മനുഷ്യനോടൊപ്പം സഞ്ചരിക്കുന്ന ക്രിസ്തു. The Christ in 4 Gospels is a Christ
after incarnation, and before death and resurrection. As such, he is outside of us. നാല് സുവിശേഷങ്ങളിലെയും ക്രിസ്തു ജഡാവതാരത്തിനും മരണത്തിനും ഉയർപ്പിനും ഇടയിലുള്ള ഒരു 33.5 വർഷം മനുഷ്യനോട് കൂടെ നടന്ന ക്രിസ്തുവാണ്. But Christ in Romans is a Christ after his resurrection. As such, he is a Christ within us. എന്നാൽ ഈ ലേഖനത്തിലെ ക്രിസ്തു പുനരുത്ഥാനത്തിനു ശേഷമുള്ള ക്രിസ്തുവാണ്. അവൻ ജഡമയനല്ല, അവൻ ആത്മാവിൽ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തുവാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു കളയരുത്. This is something deeper than the Christ in 4 Gospels. ഇത് 4 സുവിശേഷങ്ങളിലെ ക്രിസ്തുവിനേക്കാൾ ആഴത്തിൽ അറിഞ്ഞിരിക്കേണ്ട, ആഴത്തിൽ പഠിച്ചിരിക്കേണ്ട സത്യങ്ങളാണ് റോമാലേഖനം എന്ന് പറയുന്ന ദൈവിക സുവിശേഷത്തിൽ അന്തർലീനമായിരിക്കുന്നത്. So let's keep this one very point in our mind, that the gospel in Romans concerns Christ as the spirit that dwells inside of us after the resurrection. അതുകൊണ്ട് തന്നെ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ കുറിച്ചു വെക്കണം. ഈ പഠന പരമ്പരയിൽ റോമാലേഖനത്തിലെ സുവിശേഷം, അതിൽ അടങ്ങിയിരിക്കുന്ന ക്രിസ്തു എന്ന് പറയുന്നത് നമ്മോടൊപ്പം സഞ്ചരിക്കുകയല്ല, പുനരുത്ഥാനം പ്രാപിച്ച ആ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ആത്മാവായി വസിക്കുന്ന ക്രിസ്തുവാണ്. Therefore, the book of Romans is called the 5th gospel in the Bible, because our Christ is higher and more visible in the spirit in this epistle. അതുകൊണ്ട് റോമർക്ക് എഴുതിയ ഈ ലേഖനം ബൈബിളിലെ 5ാമത്തെ സുവിശേഷം എന്ന് വിളിക്കപ്പെടുന്നു. കാരണം ഈ ലേഖനത്തിൽ ക്രിസ്തു ഭൂമിയിൽ ചവിട്ടി നടക്കുന്നവനല്ല, ഉന്നതനും ഉയർന്നിരിക്കുന്നവനുമാണ്, ആത്മാവാണ്, ആത്മാവിനാൽ മാത്രം കാണാൻ കഴിയുന്ന അരൂപിയാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. Gospel of John 14 and 15 says, dwell in Christ and Christ dwelling in us. However, that is not fulfilled until Christ is resurrected from dead. യോഹന്നാൻ സുവിശേഷം 14-15 അധ്യായങ്ങളിൽ നാം കാണുന്നു, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കുമെന്നുള്ള കൺസെപ്റ്റ് ഒക്കെ ഇവിടെ പറയുന്നുണ്ടെങ്കിലും ആ കൺസെപ്റ്റ് പൂർണ്ണമാകുന്നത് യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് സംഭവിച്ചതിന് ശേഷമാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. So how can we say that this epistle is the gospel of God? ഈ ലേഖനം ദൈവത്തിന്റെ സുവിശേഷമാണെന്ന് എങ്ങനെ നമുക്ക് പറയുവാനായിട്ട് കഴിയും? എങ്ങനെ പറയുവാനായിട്ട് കഴിയും? ഒന്ന്, തിരുവെഴുത്തുകളിൽ വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെന്നാണ് 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിച്ചത്. വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷം. വിശുദ്ധ രേഖകളിൽ തന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നിയമ രേഖകളിൽ പഴയ നിയമ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷം എന്നാണ് ദൈവത്തിന്റെ സുവിശേഷത്തെ പൗലോസ് ഇവിടെ നമ്മോട് വ്യക്തമായി പറയുന്നു. So the significance of the gospel of God is that it is already promised in scripture beforehand through his prophets in the holy scriptures. The gospel of God concerns the person of the Son of God, Jesus Christ. This wonderful Jesus has 2 natures. One is his divine nature, and the other one is his human nature. One is his divinity,
The one is his humanity. കർത്താവായ യേശു ക്രിസ്തുവിന് വ്യക്തമായ ഒരു വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വമാണ് സുവിശേഷം എന്ന് പറയുന്നത്. ആ വ്യക്തിത്വത്തിന് രണ്ട് സ്വഭാവങ്ങളുണ്ട്. ആ വ്യക്തിത്വത്തിന്റെ ഒരു സ്വഭാവം ദൈവിക സ്വഭാവം, മറ്റൊരു സ്വഭാവം മനുഷ്യ സ്വഭാവം. ദൈവത്വവും മനുഷ്യത്വവും, ഈ രണ്ട് സ്വഭാവങ്ങളാണ് പഴയ നിയമത്തിൽ മുമ്പ് കൂട്ടി പ്രവാചകന്മാർ വാഗ്ദത്തം ചെയ്തത്. Praise the Lord. So the importance of, or the significance, or why, or how we can call this gospel as gospel, this epistle as gospel of God, because it was foretold by the prophets of God in the holy scriptures beforehand, and the promise was nothing but the nature of Jesus Christ, both natures, which is one is human nature and the other one is the divine nature. Another significance of this gospel of God is that because it is only talking about Christ Jesus, അടുത്ത വിഷയം എന്തുകൊണ്ടാണ് ഇത് ദൈവത്തിന്റെ സുവിശേഷം എന്ന് വിളിക്കപ്പെടുന്നത്? അവിടെ 1, 2, 3 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, ദിസ് ഈസ് കൺസേണിംഗ് ക്രൈസ്റ്റ്. ഇത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതായ സുവിശേഷമാണ്. Why we say that it is the gospel of God? Because this is talking about, or it is concerning Christ. And the third reason how we can say this is God's gospel, മൂന്നാമത്തെ കാരണം എന്തുകൊണ്ട് നമ്മൾക്ക് ഇതിനെ ദൈവത്തിന്റെ സുവിശേഷം എന്ന് വിളിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു, just because it is preached by the sent ones and received by the called ones. അയക്കപ്പെട്ടവർ ഇത് പ്രസംഗിക്കുകയും വിളിക്കപ്പെട്ടവർ ഇത് സ്വീകരിക്കുകയും ചെയ്തു. ആ കാരണത്താൽ ഇത് ദൈവത്തിന്റെ സുവിശേഷം എന്ന് പറയുവാനായിട്ട് കഴിയും. അയക്കപ്പെട്ടവർ ഇത് പ്രസംഗിച്ചു, വിളിക്കപ്പെട്ടവർ ഇത് സ്വീകരിച്ചു. The gospel of God is received by the called ones, I hear. according to chapter 1 verse 6 and 7. 6-7 വാക്യങ്ങൾ 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, അവന്റെ നാമത്തിനായി വിളിക്കപ്പെട്ട സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് എഴുതിയതായ ലേഖനം. That's why it is significant that we can call this epistle as the gospel of God. And the fourth reason, how can we call it as the gospel of God? Because it is talking about the righteousness of God. ഇത് ദൈവത്തിന്റെ നീതിയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ദൈവത്തിന്റെ നീതി, അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കൊണ്ട് ഇത് ദൈവത്തിന്റെ സുവിശേഷമാണ്. 1:17 പറയുന്നു, ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുമായും വിശ്വാസത്തിനായി കൊണ്ടും വെളിപ്പെടുന്നു. Why is the gospel of God so powerful? എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ സുവിശേഷമായിരിക്കുന്ന ഈ റോമാലേഖനം ഇത്ര ശക്തിയുള്ള ഒരു ലേഖനമായി തീരുന്നത്? Because the righteousness of God is revealed in this book. ഈ പുസ്തകത്തിൽ ദൈവത്തിന്റെ നീതി അതിന്റെ ശക്തിയോടുകൂടെ വെളിപ്പെട്ടിരിക്കുന്നതിനാലാണ് ഈ റോമാലേഖനം ഇത്ര പവർഫുള്ളായ, ഇത്ര ശക്തിയുള്ള ഒരു ലേഖനമായി തീർന്നിരിക്കും. According to John 3:16, salvation is out of God's love. നമുക്കറിയാം, യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം അനുസരിച്ച് രക്ഷ എന്ന് പറയുന്നത് ദൈവ സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ സ്നേഹത്തിൽ അധിഷ്ഠിതമായ രക്ഷയാണ് യോഹന്നാൻ 3:16 പറയുന്നത്.
But according to Ephesians 2:8, salvation is by grace of God. എന്നാൽ എഫേസ്യ ലേഖനം 2:8 പറയുന്നത് രക്ഷ എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൃപയാലാണ് എന്ന് പറയും. But in Romans, what Paul says, that the salvation comes by the righteousness of God. എന്നാൽ റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നത് ദൈവത്തിന്റെ നീതിയാലാണ് രക്ഷ കൈവരുന്നത് എന്നാണ്. Love and grace of God are not bound by the law of God. Listen very carefully. ശ്രദ്ധിച്ചു കേൾക്കൂ. ദൈവത്തിന്റെ സ്നേഹം ജോൺ 3:16, ദൈവത്തിന്റെ കൃപ എഫേഷ്യൻ 2:8. ഇത് രണ്ടും നമ്മളോട് കാണിക്കണമെന്നുള്ള നിയമം ദൈവത്തിനില്ല. നിയമത്തിനനുസരിച്ചിട്ടല്ല ദൈവം ഇതൊന്നും കാണിച്ചത്. God does not love us because God's law says so. ദൈവത്തിന്റെ നിയമം പറയുന്നത് കൊണ്ടൊന്നും അല്ല ദൈവം നമ്മെ സ്നേഹിച്ചത്. God does not give you grace because God's laws say so. നിയമമുള്ളത് കൊണ്ടൊന്നല്ല നമ്മളോട് ദൈവത്തിന് കൃപ തോന്നുന്നു. നിയമത്തിനകത്ത് അങ്ങനൊന്നും എഴുതി വെച്ചിട്ടില്ല. But righteousness, on the contrary, is very much related to the law of God. നേരെ മറിച്ച് നീതി എന്ന് പറയുന്നത്, നീതീകരണം എന്ന് പറയുന്നത് ഒരു കോർട്ട് ലാംഗ്വേജ് ആണ്, നിയമവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭാഷയാണ്. അതുകൊണ്ട് നിയമത്തിനധിഷ്ഠിതമായിട്ടാണ് ദൈവം നമ്മെ നീതീകരിച്ചത്. It is only according to God's law God justified us and he made us righteous. Since Christ has fulfilled all the righteous work and the requirement upon the cross, and that was the requirement of the law of God. യേശു ക്രിസ്തു ദൈവത്തിന്റെ നിയമത്തിനനുസരിച്ചുള്ള എല്ലാ നിയമവ്യവസ്ഥിതികളും എവിടെ പാലിച്ചു തീർത്തു? ക്രൂശിൽ നിറവേറ്റി. നിയമപ്രകാരമുള്ള എല്ലാം യേശു നിറവേറ്റി ക്രൂശിൽ. ദൈവം നോക്കിയപ്പോൾ ദൈവത്തിന്റെ നിയമപുസ്തക പ്രകാരം ദൈവം മനുഷ്യന് ശിക്ഷ ഇടിച്ചു കൊടുക്കണമെങ്കിൽ അതിനു വേണ്ടതായ നിയമപ്രകാരമുള്ള നടപടികളെല്ലാം തീർന്നിരിക്കണം. ആ നടപടികളെല്ലാം ആര് തീർത്തു? യേശു തീർത്തു. When God is looking into the book of laws, there are certain things that need to be fulfilled for the human beings to be saved from the punishment. When God has looked at the cross, his own son had already finished all the work and all the requirement of the law upon the cross. And then God had no choice but to make us righteous. ദൈവം നോക്കിയപ്പോൾ തന്റെ നിയമപുസ്തകത്തിനനുസരിച്ച് എഴുതിയിരിക്കുന്ന എല്ലാ നിയമങ്ങളും തന്റെ മകനായിരിക്കുന്ന യേശുക്രിസ്തു ക്രൂശിൽ തീർത്തു. നിയമം മുഴുവനും പൂർത്തിയാക്കി കഴിഞ്ഞു. അതുകൊണ്ട് ദൈവത്തിന് മനുഷ്യകുലത്തേക്ക് നോക്കിയപ്പോൾ ഇരിക്കാൻ കഴിയത്തില്ല, രക്ഷിക്കാതിരിക്കാൻ കഴിയത്തില്ല. കാരണം നിയമം മുഴുവനും നിറവേറ്റി ക്രൂശിൽ. നിയമം എന്താവശ്യപ്പെടുന്നു അത് മുഴുവനും യേശു ക്രൂശിൽ നിറവേറ്റി. അപ്പോൾ റൈച്ചിയസ്നെസ്, നീതീകരണം എന്ന് പറയുന്നത് നിയമപുസ്തകത്തിൽ എഴുതി വെച്ചിരുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് നിയമപ്രകാരം ദൈവം നമ്മെ നീതീകരിച്ചു. So God has made us righteous. God has justified us according to the law of God. And that is why we said, not the love of God, not the grace of God according to the law of God, but the righteousness is definitely according to the law of God. സ്നേഹവും കൃപയും
നിയമപുസ്തകത്തിനകത്ത് എഴുതി വെച്ചത് കൊണ്ടൊന്നുമല്ല ദൈവം നമുക്ക് തന്നത്. പക്ഷെങ്കിൽ നീതി എന്ന് പറയുന്നത് ദൈവത്തിന്റെ നിയമത്തിനകത്തുള്ള കാര്യമായതുകൊണ്ടാണ് ദൈവം നമുക്ക് ക്രൂശിൽ നോക്കിക്കൊണ്ട് ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, സകലവും നിവർത്തിയായി എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ എല്ലാ റിക്വയർമെന്റുകളും ഫുൾഫില്ല് ചെയ്തതുകൊണ്ട് ദൈവം നമുക്ക് നിയമപ്രകാരം നമ്മെ നീതീകരിക്കുവാനായിടയായി. അക്കോർഡിംഗ് ടു ഹിസ് ലോ, God has justified us, because when he looked at the cross, everything was fulfilled according to the law. Praise God. Hallelujah. So therefore, when we receive the righteousness that Jesus has fulfilled on the cross, I hear. we are being justified by God the Father. അതുകൊണ്ട് യേശു ക്രൂശിൽ നിറവേറ്റിയ നീതി നാം സ്വീകരിക്കുമ്പോൾ നമ്മെ പിതാവായ ദൈവം നീതിമാനായി മാറ്റുകയാണ്. Praise God. I have many things that I can explain to you from this portion, but we don't have time. Our time is finished. നമ്മുടെ സമയം കഴിഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വീണ്ടും ഓർമ്മിച്ചുണർത്തുവാനായിട്ട് ഉണ്ട്. ഇന്ന് രാത്രിയിൽ നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, ദൈവസന്നിധിയിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. Let us close our eyes and surrender us in the hands of God, and let's pray. The Lord has spoken to us through the book of Romans tonight. As we were sinners, we were not able to receive any grant or anything from God, but God has made us righteous and he justified us because the law says so. ദൈവത്തിന്റെ നിയമം പറഞ്ഞതുകൊണ്ട് ദൈവം നമ്മെ നീതീകരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. When we are all praying and meditating on the word of the Lord, can I request Pastor Rennie George to please pray and conclude the meeting? കർത്താവദാസൻ റെനി ജോർജ് പാസ്റ്റർ ലൈനിലുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നേനെയും. കർത്താവദാസൻ ഇല്ല എങ്കിൽ മറ്റൊരു ദൈവദാസൻ ഒരുങ്ങണം അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട്. പാസ്റ്റർ രാജു ജോർജ് ഫ്രം മൈസൂർ, can you please pray for us? ദൈവത്തിന്റെ ദാസൻ പാസ്റ്റർ രാജു ജോർജ് അവരുകൾ നമുക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കും. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പരിശുദ്ധനായ സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ചതായിട്ടുള്ള നല്ല വചനത്തിനായി കർത്താവിനെ വാഴ്ത്തുന്നു, അങ്ങേ സ്തുതിക്കുന്നു. പാപികളായിരുന്നപ്പോഴും കർത്താവെ നിന്റെ നീതി നിമിത്തമായി ഞങ്ങളെ നീതീകരിച്ച് നിന്റെ മക്കളാക്കി തീർത്ത നിന്റെ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ദൈവമേ, നിന്റെ സ്നേഹം എത്ര വലുതെന്ന് നിന്റെ മഹാസ്നേഹം നിമിത്തമായി ഞങ്ങൾക്ക് രുചിച്ചറിയുവാനിടയായി. കർത്താവെ, ഞങ്ങൾ സ്നേഹിച്ചതല്ലപ്പാ, ആദ്യം നീ ഞങ്ങളെ സ്നേഹിച്ചു. അതുകൊണ്ട് ഞങ്ങൾ നിന്റെ സ്നേഹത്തെ കണ്ടുകെട്ടുവാൻ തൊക്കണം ഇടയാക്കി തീർത്ത കൃപയ്ക്കായി സ്തോത്രം. പാഴ്പികളും ദോഷികളുമായിരുന്ന ജനസമൂഹത്തെ കർത്താവിന്റെ പിതാവിന്റെ നീതിയുടെ പുസ്തകത്തിൽ എഴുതി വെച്ചതുപോലെ തന്നെ ജനസമൂഹത്തെ മുഴുവനുമായി നീതീകരിച്ച് കർത്താവെ നിന്റെ സ്വന്തം മക്കളാക്കി തീർത്ത കൃപയ്ക്കായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം ശുശ്രൂഷിപ്പാൻ തക്കണ കർത്താവെ പ്രിയ ജേക്കബ് പാഷ കർത്താവ് അനുഗ്രഹിച്ചനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ദാസന്റെ കർത്താവെ ശുശ്രൂഷയൊക്കെ അനുഗ്രഹിക്കണമേ. നീതിയുടെ വചനം എപ്പോഴും ഘോഷിക്കുവാൻ തക്കണം. അനേകര് പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും കർത്താവെ വീണ്ടെടുക്കപ്പെടുവാൻ കർത്താവിന്റെ വചനവുമായി ദൈവമേ കടന്നു ചെല്ലുമ്പോൾ കേൾക്കുന്ന ഓരോ ഉള്ളങ്ങളെയും കർത്താവെ തുറക്കുവാൻ തൊക്കണം ഇടയാക്കി തീർക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ദൈവദാസന്മാർ അനേകരുണ്ട് കർത്താവെ. അനേക ഭക്തജനങ്ങൾ ഇന്ന് രാത്രി ദൈവവചനം കേട്ടു. ദൂരത്തായി സമീപത്തായി ഇരുന്ന് കേട്ടവരുണ്ട്. എന്നാൽ കർത്താവിന്റെ വചനം ജീവിപ്പിക്കുന്ന വചനമാകിയാൽ ഓരോരുത്തരുടെ ശുശ്രൂഷയ്ക്ക് ഏറ്റവും അനുകരമായി തീരുവാൻ തൊക്കണം ഇടയാക്കി തീർത്ത കൃപയ്ക്കായി നന്ദി കരേറ്റുന്നു. വീണ്ടും കർത്താവെ
നിന്റെ ശബ്ദവുമായി അങ്ങയുടെ ദാസൻ വരുന്ന ചൊവ്വാഴ്ച ദിവസം കടന്നു വരുമ്പോഴും എല്ലാവരും ഇതിലധികമായി കർത്താവെ ജനം കടന്നു വരുവാൻ ദൈവവചനം ശ്രദ്ധയോടെ കേട്ട് കർത്താവെ ഞങ്ങൾ നിന്റെ സന്നിധിയിൽ നിന്റെ വരവിന് വേണ്ടി ഒരുങ്ങി അനേകരെ ഒരുക്കി കർത്താവെ ജീവിപ്പാൻ തൊക്കണം ഇടയാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവിന്റെ ദാസനെ കുടുംബമായി അനുഗ്രഹിക്കണം. അവിടെയുള്ള കർത്താവെ സഭയെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ നാമത്തിൽ ശുശ്രൂഷയ്ക്ക് അനുഗ്രഹമായി തീരട്ടെ. ഇന്ന് ദൈവവചനം കേട്ട എല്ലാ ദൈവദാസന്മാരും എല്ലാ ദൈവമക്കളും അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ക്രൂശിന്റെ മറവിൽ മറഞ്ഞു നിന്ന് കർത്താവിന്റെ വചനം പ്രഘോഷിപ്പിച്ചതായിട്ടുള്ള അങ്ങയുടെ ദാസന്റെ ശുശ്രൂഷയുടെ മണ്ഡലങ്ങളെയൊക്കെയും വിശാലമാക്കി തീർക്കണം. കേട്ടതായിട്ടുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീർത്ത കൃപയ്ക്കായി സ്തോത്രം. നല്ല ദാനങ്ങളാൽ കർത്താവ് ഞങ്ങളെ ഏവരെ അവിടുന്ന് നിറയ്ക്കുന്നല്ലോ. കർത്താവിന്റെ മഹത്വത്തിന്റെ ശുശ്രൂഷയിലായിരിക്കാൻ ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് സഹായിക്കണം. കർത്താവിന് വേണ്ടി ഓരോ ദിവസവും പ്രയോജനപ്പെടുവാൻ അനേകരെ നീതിയിലേക്ക് നയിക്കുവാൻ എല്ലാവരെയും അവിടുന്ന് സഹായിക്കുമാറാകണം. മഹത്വം എല്ലാം അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടു. നന്ദി കർത്താവേ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. ആമേൻ.